ഹായ് എവരിവൺ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്കോട്ട് സ്വാഗതം. ഞങ്ങളുണ്ടല്ലോ ഇപ്പം നിൽക്കുന്നത് ഹൊയ്യാനിലാണ്. ഹൊയ്യാനിൽ ഞങ്ങൾ ഒരു ബീച്ച് റിസോർട്ട് എടുത്തിട്ടുണ്ട്. റിസോർട്ട് ഈ റിസോർട്ടാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും റിസോർട്ടും റൂം ടൂറുമായിട്ടാണ് ഞങ്ങൾ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. എന്നാൽ പിന്നെ നേരങ്ങളെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. എൻ്റെ പേര് നിതിൻ. ഞാൻ ശ്വേത. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ട്രാവൽ വിത്ത് ട്വൈൻസ്. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, താഴെയുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്തു. ചെക്കിൻ്റെ വിഷ്വൽസും വീഡിയോസും ഇപ്പം നിങ്ങൾക്ക് കാണാം. അങ്ങനെ ഞങ്ങൾ സീലാവി ബുട്ടീക്ക് റിസോർട്ടിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ജസ്റ്റ് ചെക്ക് ഇൻ ചെയ്തുകൊണ്ടിരിക്കുക. സമയം ഇപ്പം 5:05 ആയിട്ടുണ്ട്. നമ്മൾ ഡാനാങ്കിൽ നിന്ന് ട്രെയിനിൽ വന്നിട്ട് ഇവിടുന്ന് ഏകദേശം ഒരു 40-45 മിനിറ്റ് എടുത്തതേ ഉള്ളൂ. ഇപ്പോൾ നമ്മുടെ ചെക്ക് ഇൻ പ്രോസസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുക. കണ്ടില്ലേ? ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് റൂം ടൂർ തുടങ്ങാം. ഞങ്ങളുടെ റൂം എന്ന് വെച്ച് കഴിഞ്ഞാൽ റൂം 204. ഓക്കെ, ഫെയർ വാർണിംഗ്, ഇത് ഇച്ചിരി എക്സ്പെൻസീവ് റൂമാണ്, ബഡ്ജറ്റ് റൂം അല്ല. ഞങ്ങൾ എസ്പെഷ്യലി അറിഞ്ഞുകൊണ്ട് തന്നെ ഞങ്ങൾ വേറെ എങ്ങും ഞങ്ങൾ ഇച്ചിരി എക്സ്പെൻസീവ് റൂം എടുത്തില്ല. ഹൊയ്യാനിൽ തന്നെ എടുത്ത കാരണം ഇവിടുത്തെ ബീച്ചും ആ ഒരു കാം ആൻഡ് പീസ്ഫുൾ എൻവയൺമെൻറ്റും പിന്നെ നമുക്ക് കൂടുതലായിട്ട് ടൂറിസം ആക്ടിവിറ്റീസ് ഹൊയ്യാനിൽ ചെയ്യാനില്ല, പക്ഷെ എന്നാലും ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പോൾ ആ ഒരു കാംനെസ്സിനെ മൈൻഡിൽ വെച്ചുകൊണ്ട് ഞങ്ങൾ റൂം ഇച്ചിരി നല്ല റൂം എടുത്തു. പിന്നെ നമ്മൾക്ക് ലീഷർ ഡേ ആയിട്ട് ഒരു ഡേ വേണം. എപ്പോഴും ട്രാവലില് ഉൾപ്പെടുത്തുന്ന ഒരു ലീഷർ ഡേ ഉണ്ട്. ഞങ്ങൾ ഒരു ടൈം ഓഫ് അങ്ങനത്തെ ഒരു റൂമിന് വേണ്ടിയിട്ട് അങ്ങനത്തെ ഒരു ഡേന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ റൂം എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പം ആദ്യമേ വരുമ്പോഴേ ഏറ്റവും അറ്റൻഷൻ വിശാലമായ കണ്ണാടിയുണ്ട് അവിടെ. വിശാലമായ ഒരു വലിയ കണ്ണാടിയുണ്ട്. പക്ഷെ അതിനെക്കാട്ടി എനിക്ക് ഹൈലൈറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിൻഡോയാണ് കേട്ടോ. ഈ വിൻഡോ നമുക്ക് നേരെ ആ പൂക്കളാണ് കാണാൻ പറ്റുന്നത്. കാണുന്നില്ലേ? നല്ലുണ്ടല്ലേ? അത് നിൽക്കുന്ന ഭംഗി കേട്ടോ, നല്ല ഭംഗിയുണ്ട്. ഈ റൂമിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ ഡിഫറെന്റ്. തിരക്കൊന്നുമില്ല ഇവിടെ, ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് ഏരിയ ആണ്. റൂമിനകത്തോട്ട് കയറുമ്പോൾ തന്നെ നിങ്ങൾ മിറർ കണ്ടു, വിശാലമായിട്ടുള്ളൊരു മിറർ. അതിൻ്റെ കൂടെ വരെ നമുക്ക് വാട്ടർ തന്നിട്ടുണ്ട്, 2 കുപ്പി വെള്ളം, കപ്സ്, വാട്ടർ ഹീറ്റർ, TV ഉണ്ട്. TV ആബ്സല്യൂട്ട്ലി യൂസ്ലെസ്. ടിഷ്യൂ ബോക്സ് ഉണ്ട്, ഇരിക്കാൻ ചെറിയൊരു ലവ് ചെയർ ഉണ്ട്, മിനി ബാർ ഉണ്ട്, ഫുഡ് വല്ലതും വാങ്ങിച്ച് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും, ഡസ്റ്റ്ബിൻ ഉണ്ട്. പിന്നെ അല്ലറ ചില്ലറ സാധനങ്ങളും സെയിൽ പ്രൊമോഷനും അതിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് ഇവർ തന്നിട്ടുണ്ട്. ഇങ്ങോട്ട് വരുമ്പം നമുക്ക് നല്ലൊരു വലിയ വിശാലമായിട്ടുള്ളൊരു ക്വീൻ സൈസ് ബെഡ് ഉണ്ട്, AC ഉണ്ട്. എന്നാലും അവർ ഫാൻ തന്നിട്ടുണ്ട്. ഫാനിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ തടീന്റെ ഫാനാണ്. തടീന്റെ ഫാനാണ്. ബെഡ് സൈഡ് ടേബിൾസും അവർ തന്നിട്ടുണ്ട്, സ്പേഷ്യസ് ആണ്. പിന്നെ ഇവിടെ ഇച്ചിരി അവർ അലങ്കരിച്ചിരിക്കുന്ന ഒരു പ്ലാസ്റ്റിക് ഫേക്ക് ചെടികളൊക്കെ വെച്ച് അലങ്കരിച്ചിട്ടുണ്ട്, നല്ല രസമുണ്ട്. ഇങ്ങോട്ട് വരുമ്പോൾ വാർഡ്രോബ് ഉണ്ട്. വാർഡ്രോബിനകത്ത് നമുക്ക് ബാത്റൂംസും ഇപ്പം ബീച്ചിലേക്കോട്ട് പോകാൻ നേരത്ത് നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റുന്ന ഒരു ബക്കറ്റും ബാസ്ക്കറ്റും ചപ്പലും പിന്നെ ഹെയർ ഡ്രയറും പിന്നെ ഒരു സേഫ്റ്റി ബോക്സും തന്നിട്ടുണ്ട്. ഒരു അംബ്രേലയും കൂടെ അവർ തന്നിട്ടുണ്ട്. അടുത്തത് വാഷ്റൂം കാണിച്ചു തരാം. അടിപൊളി വാഷ്റൂമാണ്, ഭയങ്കര ലക്ഷൂറിയസ് എന്ന് വേണമെങ്കിൽ പറയാം. ഡിഫ്യൂസേഴ്സ് ഉണ്ട്, അഗർബത്തികളുണ്ട്, എന്താ പറയുന്നത്, ഹാൻഡ് സോപ്പും ഷാംപൂ, പിന്നെന്താ പറയുന്നത്, നമ്മുടെ ഷവർ ജെല്ലും എല്ലാം നല്ലൊരു ആസ്തറ്റിക് ലുക്ക് ഉണ്ട്, കാണാൻ നല്ല ഭംഗിയാണ്. റോയൽ ലുക്ക് ഒക്കെ ഉണ്ട്. അതെ. പിന്നെ ഇതിനകത്ത് നമുക്ക് അല്ലാതെ എക്സ്ട്രാ ബ്രഷും ടൂത്ത് പിക്കോ അങ്ങനെ ഇങ്ങനെയൊക്കെ സംഭവങ്ങളൊക്കെ തന്നിട്ടുണ്ട്. പിന്നെ താഴെ ഡിഫ്യൂസർ തന്നിട്ടുണ്ട് കത്തിച്ചത്. പിന്നെ ലോണ്ടറി ബാഗ് ഉണ്ട്, നമുക്ക് കഴുകണമെന്നില്ല, 60 കിലോ വരെ കഴുകുന്നതായിരിക്കും. ഇനി നമുക്ക് ബാൽക്കണിയിലേക്കോട്ട് പോകാം.
ഇതാണല്ലോ ഹൈലൈറ്റ്. ബാൽക്കണി. നല്ല കാറ്റാണ്. ബാൽക്കണിയിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറിയൊരു ഗാർഡൻ ഉണ്ട്. പക്ഷെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി നമ്മുടെ അവിടെ നിന്ന് കടൽ കാണാം. കടൽ കാണാം. അറിഞ്ഞൂടെ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു. അത് കടലാണ്. ഇരിക്കാൻ 2 ചെയറും ഉണ്ട്, ഒരു ടേബിളും ഉണ്ട്. അപ്പം വൈകുന്നേരത്തോ എപ്പോഴാന്ന് വെച്ചാൽ നിങ്ങൾക്ക് വന്നിരുന്ന് റിലാക്സ് ചെയ്യാനുള്ള സംഭവങ്ങൾ സെറ്റപ്പും ഉണ്ട്. എങ്ങനെയുണ്ട് വളരും? അടിപൊളി. വീഡിയോ തുടർച്ചയായിട്ട് കാണുക. ഞങ്ങൾ ഇനിയിപ്പം ഇതിൻ്റെ റിസോർട്ട് ടൂറും കൂടി ഇടാം. ഈ റിസോർട്ട് ഫുൾ എങ്ങനെ ഉണ്ടെന്ന് ഓരോരോ ആസ്പെക്ട്സ് നിങ്ങളെ കാണിച്ച് പതുക്കെ കാണിച്ചു തരാം. ഞങ്ങൾ ഈ റിസോർട്ട് എടുത്തപ്പം വിത്ത് ബ്രേക്ക്ഫാസ്റ്റ് ആണ് ചൂസ് ചെയ്തത്. ഇതിൻ്റെ മുമ്പിൽ തന്നെ, അതായത് ഈ റിസോർട്ടിൻ്റെ മുമ്പിൽ തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും ഒരു കാഫേ ഉണ്ട്. അവിടെ തന്നെയാണ് അവർ ബ്രേക്ക്ഫാസ്റ്റ് തരുന്നത്. അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. യൂറോപ്യനും പിന്നെ കോണ്ടിനെൻ്റൽ ഫുഡായിരുന്നു. അപ്പം അങ്ങനെയൊക്കെ നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്താൽ മതി എവിടെ പോയാലും. ഇതിവിടുത്തെ ജിമ്മാണ്. ഈ റിസോർട്ടിനകത്ത് തന്നെ ലൈബ്രറി ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ലൈബ്രറി പോയിട്ട് സമയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബുക്കൊക്കെ വായിക്കും. കുറേ അത്യാവശ്യം നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു. ഈ റിസോർട്ടിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇത് ബീച്ചിനോട് ചേർന്നിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ബീച്ചിലേക്കോട്ട് നേരിട്ട് ആക്സസ് ഉണ്ട്. പിന്നെ ബീച്ചിൽ നിന്ന് വരുമ്പോൾ നിങ്ങൾക്ക് കുളിക്കാനൊക്കെ സൗകര്യം അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ സ്വിമ്മിംഗ് പൂളും ഉണ്ട്. അപ്പോൾ സ്വിമ്മിംഗ് പൂളിലൊക്കെ ഞങ്ങൾ കുറേ നേരം ടൈമൊക്കെ സ്പെൻഡ് ചെയ്തു. ഞങ്ങൾ ഈ റിസോർട്ടിന് മൊത്തമായിട്ട് കൊടുത്തത് ഒരു ദിവസത്തേക്ക് 4000 രൂപയാണ്. പിന്നെ ഇപ്പം ഞങ്ങൾ റിസോർട്ടിൻ്റെയും പിന്നെ അതിൻ്റെ ചുറ്റുവട്ടമുള്ള നല്ല ഡ്രോൺ ഷോട്ട്സ് എടുക്കുന്നത് അതൊക്കെ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം. എൻജോയ്.
നിങ്ങൾക്ക് എല്ലാവർക്കും അപ്പം ഈ റിസോർട്ട് ടൂറിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നല്ലൊരു റിസോർട്ടാണ്. നമ്മൾ ഇത്രയും കാലം യാത്ര ചെയ്താൽ ഇങ്ങനെ ഒരു റിസോർട്ടിൽ ഇതുവരെ നിന്നിട്ടില്ല. ഇന്നത്തെ ദിവസം ആക്ച്വലി ഞങ്ങൾക്ക് അല്ലേ വേറെ എന്തെങ്കിലും ചെയ്യാമായിരുന്നു, പക്ഷെ ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഞങ്ങൾ ഈ റിസോർട്ടിൽ സ്പെൻഡ് ചെയ്തതുള്ളൂ. ഒരു സൈഡ് പൂളും മറ്റു സൈഡ് കടലും ഒക്കെ ആയിട്ട് നല്ല ചില്ലിങ് വൈബായിരുന്നു. ഞങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നിങ്ങൾ വരുവാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ റിസോർട്ട് ചൂസ് ചെയ്യാം. ഞങ്ങൾ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്നതാണ്. പക്ഷെ ബഡ്ജറ്റിൽ വരുന്നതല്ല. അല്ല, ബഡ്ജറ്റ് അല്ല, കുറച്ച് വില കൂടിയതാണ്. കുറച്ച് വില കൂടിയതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും നമ്മുടെ വിയറ്റ്നാം സീരീസ് വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, താഴെയുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പം വിയറ്റ്നാമിലെ പുതിയ പുതിയ വീഡിയോയും വിശേഷങ്ങളുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും. അതുവരെ സ്റ്റേ ട്യൂൺഡ് ആൻഡ് ബൈ.